അപ്പം ആ പൈസ ഇങ്ങനെ ഈ ഫണ്ടഡ് ആയിട്ടുള്ള സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനെ അഭയാർത്ഥികളായിട്ട് എഴുതി വെക്കുക. എന്നിട്ട് ഇസ്രായേലിനെ ഒക്കുപ്പേഷൻ, ഇസ്രായേൽ യഥാർത്ഥത്തിൽ അവിടെ ഒക്കുപ്പൈ ചെയ്യുന്നുണ്ടോ? 2005 അവസാനത്തെ ജൂതൻ അവിടുന്ന് വിട്ടുപോയത്. അതിനുശേഷം ഒരൊറ്റ ഇസ്രായേലിയും ഗാസയിലില്ല. ഉണ്ടെങ്കിൽ അവരപ്പോഴേ കത്തിച്ചു കളയും. ഈ എത്തനോസൈഡെന്നോ ജനോസൈഡെന്നോ ഒക്കെയുള്ള വാക്കുകൾ ചുമ്മാതെ വായി തോന്നണോ ഉപയോഗിക്കുന്നുണ്ടല്ലേ. യഥാർത്ഥത്തിൽ ജനോസൈഡ് അവിടെ നടന്നിട്ടുള്ളത്, എത്തനിക് ക്ലൻസിങ് ഗാസയിൽ നടന്നിട്ടുള്ളത് ജൂതന്മാരുടെയാണ്. ജൂതന്മാർക്ക് ആയിരക്കണക്കിന് വർഷത്തെ ചരിത്രമുണ്ട് ഗാസയിൽ. ഓരോരോ ഘട്ടങ്ങളിൽ ഗാസ BC 1450 അല്ലെങ്കിൽ BC 1450 ആ വർഷങ്ങളിലൊക്കെ തൊട്ടുള്ള ജൂതന്മാരുടെ ചരിത്രം ഈവൻ നമ്മളുടെ ഇപ്പോഴത്തുള്ള ആധുനിക ചരിത്ര രേഖകളിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓരോ നൂറ്റാണ്ട് ഈ പറഞ്ഞ CE തുടങ്ങുന്നു, CE 1-ാം നൂറ്റാണ്ട്, 2-ാം നൂറ്റാണ്ട്, 3-ാം നൂറ്റാണ്ട്, എല്ലാം ജൂതൻ അവിടെ ഉണ്ട്. അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. എണ്ണം കുറയുന്നു, കൂടുന്നുണ്ട്. 1927 ഏതാണ്ട് ആകുമ്പോഴാണ് അവരുടെ നമ്പർ ഗണ്യമായിട്ട് കുറയുന്നത്. അതിനുശേഷം പിന്നെ വീണ്ടും കൂടുന്നു, കുറയുന്നു. 2005 അവരവിടെ പോകുമ്പോൾ ഏതാണ്ട് 10,000-ഓളം, അതായത് 9,000+ ജൂതന്മാരാണ് 2005 അവിടുന്ന് പോകുന്നത്. 9,000. പക്ഷെ ഇപ്പോൾ ഒരൊറ്റ ജൂതനും ഇല്ല. അത് അവിടെ ഇല്ല. പാലസ്തീൻ ഈ വെസ്റ്റ് ബാങ്കിലെ ഈ ഫത്ത ഭരിക്കുന്ന PAയിലും ജൂതന്മാരില്ല. 2 സ്ഥലങ്ങളിൽ ഒരു ജൂതനും ഇല്ല. ലോകത്ത് വേറെ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടാവും. അപ്പോൾ ഈ എത്തനോസൈഡും ജനോസൈഡും എത്തനിക് ക്ലൻസിങ്ങും ഒക്കെ നടത്തുന്ന 2 ഏജൻസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫത്തയും ഹമാസുമാണ് ഇവിടെ. അല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ഇത് വെറുതെ പറയുന്നതല്ല. ഇത് വെറുതെ നരേറ്റീവുകളോ ഉണ്ടാക്കി വെക്കുന്ന സാധനമല്ല. ഈ ശബരിമല പ്രക്ഷോഭം നടന്നപ്പം അന്ന് വന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് ശബരിമല ഭക്തരെ ഒരു പ്രത്യേക വിഭാഗമായിട്ട് പരിഗണിക്കണമെന്നായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേക വിഭാഗമായിട്ട് അത്യാവശ്യമായിട്ട് പരിഗണിക്കേണ്ട ഒരു വിഭാഗമാണ് കേശവമാമന്മാർ. ഈ കേശവമാമന്മാർ പണ്ട് ഈ ഇൻ്റർനെറ്റൊക്കെ വന്ന സമയത്ത് നിങ്ങൾക്ക് ഫോണിൽ വാട്സപ്പ് മെസ്സേജിങ് ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് വന്നു തുടങ്ങിയപ്പം അവരന്ന് സെൻഡ് ചെയ്തുകൊണ്ടിരുന്ന മെസ്സേജുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2012 ഈ സ്റ്റാർസ് അലൈൻ ആകുന്നു, ഭൂമിയും സൂര്യനും ഒക്കെ അലൈനായിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് മൈക്രോവേവ് സോളാർ ഫ്ലെയർ അങ്ങനെയുള്ള ഭയങ്കര വേവുകളൊക്കെ വന്ന് നിങ്ങളുടെ ഫോൺ അടിച്ചു പോകും. അതുകൊണ്ട് 1 മണിക്കൂറത്തേക്ക് ഫോൺ ഓഫ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ചൈന നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്ത് എന്തൊക്കെയോ ചെയ്യാൻ പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ഫോണ് ഈ ഹാക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് 100 പേർക്ക് അയക്കണം. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില മെസ്സേജസൊക്കെ ആയിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഈ കേശവമാമന്മാരിൽ നിന്ന്. ഇപ്പോൾ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഇൻ്റർനെറ്റിൽ കാണുന്ന എല്ലാം വിശ്വസിക്കരുത്, ശാസ്ത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടെ ശാസ്ത്രജ്ഞരെന്ത് പറയുന്നു, ശാസ്ത്ര ജേണലുകൾ എന്ത് പറയുന്നു എന്നൊക്കെ നമ്മൾ നോക്കി അഭിപ്രായം പറയണം എന്നുള്ളൊരു അറിവിലേക്ക് അവർ പരിണമിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇവർക്ക് പരിണാമം നടക്കാത്തൊരു വിഭാഗം എന്ന് വെച്ചാൽ സാമൂഹിക വിഷയങ്ങളിൽ എങ്ങനെ അഭിപ്രായം പറയണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഇവർ പരിണമിച്ചിട്ടില്ല. അത് നമുക്കിപ്പോൾ കാണാൻ പറ്റും. നമ്മുടെയൊക്കെ ഫാമിലി ഗ്രൂപ്പുകളിലെല്ലാം ഇങ്ങനെയുള്ള പല കേശവന്മാർ ഉണ്ട്. ബേസിക്കലി അവർ ഓരോ ദിവസവും ഓരോ തലക്കെട്ട് വായിച്ചിട്ട് ആ തലക്കെട്ടിൽ അവർക്ക് തോന്നുന്ന ഒരു അഭിപ്രായം പറയും. ഓഹരി വിപണി അങ്ങ് കൂടി, മോദി എന്ന സുമ്മാവ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങ് അടിച്ചിറക്കും. അല്ലെങ്കിൽ മഴ കൂടി, പിണറായി വിജയൻ രാജിവെക്കണം. കാരണം ഒന്നാമത് ഈ ഒരു മൈക്കും ഒരു ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ ഇപ്പോൾ വളരെ ചീപ്പാണ്. അപ്പോൾ പണ്ട് ഈ വാട്സപ്പിലൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ നമുക്ക് ലൈവായിട്ട് ഓരോ ദിവസവും ലൈവായിട്ട് അതിങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ക്രൈസിസ് സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആളുകൾ വിചാരിക്കും നമ്മൾ അമ്മാവന്മാർക്കെതിരാണ്. നോ, അങ്ങനെയൊന്നുമല്ല. നമ്മളെപ്പോഴും പറയാറുണ്ട് അമ്മാവൻസ് ആർ ലവ്ലി, അമ്മാവനിസം ഈസ് ടോക്സിക്. ഈ അമ്മാവനിസം എന്ന ഈ ഒരു തത്വശാസ്ത്രത്തിനോടും അല്ലെങ്കിൽ ഈ ഐഡിയോളജിക്കുമാണ് നമ്മൾ ഒരിക്കലും അമ്മാവന്മാർക്ക് വിരുദ്ധമായിട്ട് പറയല്ല. അവർ വളരെ പ്രത്യേക പരിഗണന കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ അമ്മാവനിസവും ബേസിക്കലി ഒരു ഏകശിലാരൂപമായിട്ട് നിൽക്കുന്നില്ല. അവിടെയും ഇൻ്റർസെക്ഷണൽ അമ്മാവനിസം ഉണ്ട്. ഇപ്പോൾ പണ്ട് ഇപ്പം മുസ്ലിങ്ങൾക്ക് കുറേ മൗല്യാരുണ്ട്, അവർ കുറേ അമ്മാവൻ ഫിലോസഫി പറയുമായിരുന്നു. ക്രിസ്ത്യാനികൾക്ക് കുറേ പാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം വൈദ്യമേഖലയിൽ മോഹനം വൈദ്യർ പോലുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിരീശ്വരവാദികൾക്ക് പറയാനൊന്നുമില്ലല്ലോ. നിരീശ്വരവാദികൾക്ക് അവരുടെ അമ്മാവൻ ഫിലോസഫി സ്പ്രെഡ് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി ഇല്ലാതിരിക്കുമായിരുന്നു. അപ്പോൾ അത് ഈ ഒരു മോഡേൺ യുഗത്തിൽ അതും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇവർ മിക്കവാറും ചെയ്യുന്നത് ഇത്തരം സോഷ്യൽ കമൻട്രികൾ പറയുക എന്നാണ്. ഓരോ തലക്കെട്ട് വായിക്കും, എന്നിട്ട് അതിൽ ഇതാണ് പ്രശ്നം, ഇതാണോ ഇതാണ് പ്രശ്നം എന്നങ്ങ് പറയും. ഇവരുടെ പ്രത്യേകിച്ച് അതിനകത്ത് വരുന്ന റിപ്പോർട്ടുകൾ, അതിനകത്ത് വരുന്ന ഓർഗനൈസേഷൻസും അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള കോടതി വിധികൾ അതൊന്നും അല്ല അവർ നോക്കുന്നത്. അവർക്ക് അങ്ങ് തോന്നുന്നു. രാവിലെ അവർ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഒരു ഹെഡ്ലൈൻ വായിക്കും, തിരിച്ചു വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് ട്വീറ്റുകളും
കുറച്ച് ബ്ലോഗ് എഴുത്തുകളൊക്കെ വായിക്കും, എന്നിട്ട് അതിനെക്കുറിച്ച് അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ വന്ന ഒരു അമ്മാവനിസം സ്പ്രെഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഈയിടെ കണ്ടത്. അപ്പോൾ അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗാസയിൽ ശരിക്കും നടന്ന ജെനോസൈഡ്, എത്നോസൈഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജൂതരുടെയാണ്, അല്ലാതെ ഇവരുടെ ഒന്നും, പലസ്തീനികളുടെ ഒന്നുമല്ല അവിടെ നടന്നിട്ടുള്ളത് എന്നൊക്കെയുള്ള വിടുവായുത്തരങ്ങൾ ഞാൻ കണ്ടു. ഞാനിങ്ങനെ വിചാരിക്കും, ഇത്ര കോൺഫിഡൻസോട് കൂടി ആളുകൾക്ക് എങ്ങനെയാണ് ഇത് പറയാൻ പറ്റുന്നത്? മോഹനം വൈദ്യർക്ക് പോലും ഇത്രയും കോൺഫിഡൻസ് ഞാൻ കണ്ടിട്ടില്ല. അയാൾ പോലും ഒന്ന് മടിച്ചിട്ടാണ് പറഞ്ഞത്. എനിക്ക് അത്ര വലിയ അറിവൊന്നുമില്ല സയൻസിൽ, മോഡേൺ സയൻസിൽ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അയാൾ പോലും പറഞ്ഞത്. പക്ഷെ അതിലും വലിയ കോൺഫിഡൻസ്, അതെനിക്ക് തോന്നുന്ന ആ ഒരു മുറി സയൻസ് അറിയാവുന്ന ഒരു കോൺഫിഡൻസ് ആയിരിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിലൊന്ന് ഡീപ്പ് ഡൈവ് ചെയ്യാം. രാജേഷ്, എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? തെളിവുകൾ നയിക്കട്ടെ എന്ന് സ്ഥിരമായി പറയുന്ന കേരളത്തിലെ ഒരു പ്രശസ്തനായ സ്വതന്ത്ര ചിന്തകനും എത്തീസ്റ്റുമായിട്ടുള്ള രവിചന്ദ്രൻ സി ഒരു നിലപാട് പറയുന്നുണ്ട്. അത് ഗാസ യുദ്ധത്തിൽ അവിടെ ഗാസ നിവാസികളുടെ പലസ്തീൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ ജീനോസൈഡ്, വംശഹത്യ നടന്നിട്ടില്ല. പക്ഷേ യഥാർത്ഥത്തിൽ വംശഹത്യ നടന്നത് ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ജൂതന്മാരുടെ വംശഹത്യയാണ് നടന്നത് എന്നുള്ള ഒരു വിചിത്രമായ ഒരു ആർഗ്യുമെന്റ് പറയുന്നുണ്ട്. അപ്പോൾ ഈ നിഷ്പക്ഷരാണ് ഞങ്ങൾ ചായുന്നില്ല, ചരിയുന്നില്ല, ഞങ്ങളെ തെളിവുകളാണ് നയിക്കുന്നത്, ഫാക്ട് ബേസ്ഡ് പൊളിറ്റിക്സ് ആണ്, ഹ്യൂമനിസം ബേസ്ഡ് സൊസൈറ്റിയാണ് ഞങ്ങൾ പറയുന്നത്, ഇങ്ങനെയുള്ള മനോഹരമായ സ്ലോഗൻസ് പറയുന്ന ആൾക്കാർ പോലും ഇങ്ങനെയുള്ള അസംബന്ധങ്ങൾ എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ഗാസയിൽ നടന്നത് ഒരു വംശഹത്യയാണ് എന്നുള്ളതിന് ന്യൂസ് നോക്കുന്ന അല്ലെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു നിഗമനങ്ങളിൽ എത്തിച്ചേരുന്ന ഏതൊരു വ്യക്തിക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം 4K റെസൊല്യൂഷനിൽ നമ്മുടെ കൺമുമ്പിൽ അതിൻ്റെ തെളിവുകൾ കാണാം. അന്താരാഷ്ട്ര മനുഷ്യാവകാശ ഏജൻസികൾ എല്ലാവരും തന്നെ, UN ആയിക്കോട്ടെ, ആംനസ്റ്റി ആയിക്കോട്ടെ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എന്ന് വേണ്ട എല്ലാവിധ അന്താരാഷ്ട്ര മനുഷ്യാവകാശ ഏജൻസികളും ഇതൊരു വംശഹത്യയാണ് എന്ന് തന്നെയാണ് പറയുന്നത്. അതുമാത്രമല്ല, ഈ യുദ്ധത്തിൻ്റെ തുടക്കം മുതൽ നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേലി അധികൃതർ, അവിടുത്തെ പൊളിറ്റീഷ്യൻസ് ആയിക്കോട്ടെ, അവിടെ ആർമിയിലുള്ളവരാവട്ടെ, അവിടെ അവരുടെ ലീഡേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡീഹ്യൂമനൈസിങ് ലാംഗ്വേജ് ആണ്. ഇവിടെയുള്ള ആൾക്കാർ മനുഷ്യരേ അല്ല, അവരെ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മുടെ ഹോളോകോസ്റ്റിനൊക്കെ മുമ്പ് ജർമ്മനിയിൽ എങ്ങനെയാണ് ഒരു പ്രൊപ്പഗൻഡ ഉണ്ടാക്കിയിരുന്നത് അതേപോലെയുള്ള ആ സെയിം ലാംഗ്വേജ് ഇവരും ഉപയോഗിക്കുന്ന കാണാം. അതുപോലെ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് തടയുന്നത് നമ്മൾ കണ്ടു. വെള്ളം, വൈദ്യുതി, മനുഷ്യന് ജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ തടയുന്നത്. നേരത്തെ തന്നെ ഗാസ ഒരു ഹോസ്റ്റേജ് സിറ്റുവേഷൻ ആണ്, ഒരു ഓപ്പൺ പ്രിസൺ ആണ്. അവിടെ ഒന്നുകൂടി വെള്ളവും വൈദ്യുതിയും ഭക്ഷണവും കൊടുക്കാതെ തന്നെ ഞങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കുമെന്ന് വളരെ പരസ്യമായിട്ട് അവർ പറഞ്ഞിരുന്നു. അതേപോലെ ആ എൻ്റെ റീജിയൻ ബോംബ് ചെയ്ത് ഇനി അത് അവിടെ താമസിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ശവപ്പറമ്പ് പോലെ തന്നെയാണ് ആക്കിയിട്ടുള്ളത്. റിഫ്യൂജി ക്യാമ്പുകളെ നിരന്തരം ബോംബ് ചെയ്തിട്ടുണ്ട്, ഹോസ്പിറ്റൽസിനെ നിരന്തരം ബോംബ് ചെയ്തിട്ടുണ്ട്, അവിടെ കുട്ടികളെ സ്നൈപ്പർ വെച്ച് വെടിവെച്ച് കൊന്നിട്ടുണ്ട്. കുട്ടികൾ മരണമടഞ്ഞവരുടെ ഒഫീഷ്യലായിട്ടുള്ള നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കണക്കുകൾ നോക്കിയാൽ പോലും ഒരു 2.2% ഗാസ നിവാസികളെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ തന്നെ 70% സ്ത്രീകളും കുട്ടികളുമാണ്. പിന്നെ പ്രിസണേഴ്സിനെ ടോർച്ചർ ചെയ്തിട്ടുണ്ട്, അവരെ റേപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെയുള്ള ഭീകരമായ ഒരു വംശഹത്യ നമ്മുടെ കൺമുമ്പിൽ വളരെ വ്യക്തമായി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഏജൻസികളും ഒരേപോലെ ഒരേ സ്വരത്തിൽ ഇത് ജീനോസൈഡ് ആണ് എന്ന് പറയുന്നത്. അല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ഇത് വെറുതെ പറയുന്നതല്ല, ഇത് വെറുതെ നരേറ്റീവുകളോ ഉണ്ടാക്കി വെക്കുന്ന സാധനമല്ല. എന്നിട്ടും ഈ തെളിവുകൾ എന്തുകൊണ്ടാണ് തെളിവുകൾ നയിക്കട്ടെ എന്ന് പറയുന്ന ആൾക്കാർ നിരാകരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. കോൺസ്പിററ്റോറിയൽ തിങ്കിങ് ഉള്ള ബയസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് ഇവർ. ഈ ഹോളോകോസ്റ്റ് ഡിനൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെന്തുകൊണ്ടാണ് ഹോളോകോസ്റ്റ് ഡിനൈ ചെയ്യുന്നത് വെച്ചാൽ പല കാരണങ്ങളാണ്. ഒന്ന് ആൻറ്റിസെമിറ്റിസം, മറ്റൊന്ന് വൈറ്റ് സുപ്രീമസിസ്റ്റ് ആയിട്ടുള്ള ചിന്തകൾ, മറ്റൊന്ന് കോൺസ്പിറസി ലെവലിൽ തിങ്ക് ചെയ്യുന്ന ആൾക്കാർ. എന്ത് ലോക ചരിത്രത്തിൽ എന്ത് സംഭവിച്ചാലും അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ആയിരിക്കും എന്നുള്ള ചിന്ത. അപ്പോൾ ഇതൊന്നും എവിഡൻസ് ലീഡ് ചെയ്യുന്നതിൻ്റെ ലക്ഷണങ്ങൾ അല്ല. ഇവിടെയും സമാനമായിട്ട് തന്നെ ഇത് നിഷേധിക്കുന്ന ആൾക്കാർ പറയുന്നത് അവിടെ ആൻറ്റിസെമിറ്റിസം ആണെങ്കിൽ ഇവിടെ ഇസ്ലാമോഫോബിയാണ് വർക്കാവുന്നത്. വൈറ്റ് സുപ്രീമസിക്ക് പകരം ഇവിടെ ഒരു ഇസ്രായേൽ എന്ന രാജ്യം കുറച്ചും കൂടി ജനാധിപത്യമുള്ള സംസ്കാര സമ്പന്നരായ രാജ്യമാണ്. ഇതൊക്കെ കൊളോണിയൽ ലാംഗ്വേജ് ആണ്. ഇങ്ങനെ സാവേജസിനെയൊക്കെ നമുക്ക് എന്തും ചെയ്യാം എന്നുള്ള രീതിയിൽ അവർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ സമയത്ത് ഇറങ്ങിയിരുന്നു. അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ, ടെക്നോളജിക്കൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്, ബാക്കിയുള്ള ആ റീജിയനിലുള്ള ബാക്കിയുള്ളവർ എന്ത് ചെയ്തു എന്നുള്ള രീതിയിൽ. അപ്പോൾ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് അല്ലാത്ത ഒരു സമൂഹത്തെ ഇങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സമൂഹത്തിന് കൊന്നുകളയാം എന്നുള്ളതാണോ നിങ്ങൾ വാദിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തെളിവുകളെ നിരാകരിക്കലാണ്. ഇത്രയും തെളിവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ശാസ്ത്രബോധമുള്ള ഒരു യുക്തിചിന്തയുള്ള ഒരു വ്യക്തി ആ തെളിവുകൾ സ്വീകരിക്കുക, ഇത് ഒരു വംശഹത്യ തന്നെയാണെന്ന് പറയുകയാണ് വേണ്ടത്. അതിന് പകരം ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മോഹനം വൈദ്യർ ഈ ബാക്ടീരിയ ഇല്ല, വൈറസ് ഇല്ല എന്നൊക്കെ പറയും. അപ്പം നമ്മൾ അതിനുള്ള തെളിവുകൾ വൈദ്യരെ ഈ തെളിവ് ഇങ്ങനെയുള്ള പഠനങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇതൊക്കെ മരുന്ന് മാഫിയയുടെ കോൺസ്പിറസി ആണെന്ന് പറയുന്നത് പോലെ
എന്ത് റിപ്പോർട്ട് നമ്മൾ കാണിക്കുമ്പോഴും UN എന്ന് പറയുന്നത് ഹമാസിന്റെ കൂടെയാണ്, ഇവരൊക്കെ ഹമാസാണ് എന്നാണ് പറയുന്നത് ഇപ്പം. അപ്പോൾ ഇത് ശരിക്കും ഒരു കോൺസ്പിററ്റോറിയൽ ലെവൽ തിങ്കിങ് ആണ്. ഇതിന്റെ പുറകിൽ ഇസ്ലാമോഫോബിയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമാണ്. പക്ഷേ ഇവിടെ രവിചന്ദ്രൻ സി ചെയ്തത് ഒരു പടി കൂടി കടന്ന് അവിടെ ജൂതന്മാരുടെ വംശഹത്യ നടന്നു എന്ന് പോലും പറയുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഗാസയിൽ ഒരു ജൂതനും ഇല്ലല്ലോ, ഗാസയിൽ നിന്ന് ജൂതന്മാരൊക്കെ ഇറങ്ങിപ്പോയി. അപ്പോൾ ഇപ്പം അവിടെ ജൂതന്മാരില്ല, അതുകൊണ്ട് ഒരു വംശഹത്യ. അതുപോലെ വെസ്റ്റ് ബാങ്കിലും ജൂതന്മാരില്ല എന്നൊക്കെയാണ് പറയുന്നത്. വെസ്റ്റ് ബാങ്കിൽ ജൂതന്മാരുണ്ട്, അവിടെ പിയുടെ അതോറിറ്റിയിലുള്ള സ്ഥലങ്ങളിലും ജൂതന്മാർ താമസിക്കുന്നുണ്ട്. അത് വസ്തുതാപരമായി തെറ്റാണ്. എങ്കിലും അവിടെയും ജൂതന്മാരില്ല, അത് ഒരു ജൂത വംശഹത്യയാണ് നടന്നതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ലോജിക്ക് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയല്ലോ, അപ്പോൾ ബ്രിട്ടീഷുകാരെ നമ്മൾ വംശഹത്യ ചെയ്തിട്ടാണോ, ഇവിടെ ബ്രിട്ടീഷുകാരൊന്നും ഇപ്പോൾ കാണുന്നില്ലല്ലോ, നമ്മൾ വംശഹത്യ ചെയ്തതാണോ എന്ന് ചോദിക്കാം. അങ്ങനെ യാതൊരു ലോജിക്കും ഇല്ലാത്ത ഇങ്ങനെയുള്ള ആർഗ്യുമെന്റ്സ് തെളിവുകൾ നയിക്കട്ടെ എന്ന് പറയുന്ന ആൾക്കാർ പറയുന്നത് കഷ്ടമാണ്. നിങ്ങൾ ഈ കോൺസ്പിററ്റോറിയൽ ലെവൽ തിങ്കിങ് മാറ്റിവെക്കുക, എവിഡൻസുകളെ സ്വീകരിക്കാൻ തയ്യാറാകുക. ലെറ്റ് എവിഡൻസ് ലീഡ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, പ്രവൃത്തിയിലും കൊണ്ടുവരണമെന്നേ പറയാനുള്ളൂ. ഈ പൊതുവെ സ്വതന്ത്ര ചിന്ത എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ഫാക്ട് ബേസ്ഡ് ആയിട്ട്, ഫാക്ട് ഓറിയന്റഡ് ആയിട്ട്, ഫാക്ടുകൾ കണ്ടുപിടിച്ച് ചായാതെ ശരിയാതെ സത്യം പറയുന്ന ആ, അങ്ങനത്തെ ഒരു ടീമാണ് സ്വതന്ത്ര ചിന്തകരെന്നാണ് പൊതുവെ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് ലഭിക്കുന്ന ഒരു പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ അതില് ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 2005 ഗാസ ഗാസയിൽ നിന്ന് അവസാനത്തെ ജൂതൻ ഗാസയിലെ അവസാനത്തെ ജൂതൻ 2005 ഇസ്രായേലിൽ നിന്ന് ഒഴിഞ്ഞുപോയി, അവിടെ നിന്ന് ഓടിപ്പോയി. ഇതല്ലേ യഥാർത്ഥ വംശഹത്യ, അല്ലെങ്കിൽ ഇതിലെ യഥാർത്ഥ എത്തനോസൈഡ് എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്? ഈ ഗാസ പ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ 6 ഡേ വാറിന്റെ സമയത്ത് പിടിച്ചടക്കിയ ഒരു പ്രവിശ്യയാണ്. അതായത് ഇസ്രായേൽ കയ്യേറിയ ഒരു പ്രവിശ്യയാണ്. അപ്പൊ കയ്യേറ്റം എന്ന് തന്നെ പറയാം. അപ്പോ ആ പ്രദേശത്ത് നിന്ന് പിന്നീട് ക്യാമ്പ് ഡേവിഡ് അക്കോർഡുകൾ വന്നപ്പോഴും, അതുപോലെ നമ്മുടെ ഓസ്ലോ കരാർ വന്നപ്പോഴും ഈ പ്രദേശത്ത് നിന്ന് പിന്മാറണം എന്ന് തീരുമാനമൊക്കെ ഉണ്ടായെങ്കിലും അത് ഇസ്രായേൽ നടപ്പിലാക്കിയില്ല. അപ്പൊ അത് കഴിഞ്ഞാണ് ഈ രണ്ട് തീരുമാനങ്ങളും ഫെയിൽ ആവുന്ന ഘട്ടത്തിലാണ് നമ്മുടെ ഇത് വരുന്നത്, ഒന്നാം ഇന്തിഫാദ വരുന്നത്. ഒന്നാം ഇന്തിഫാദ കഴിഞ്ഞ് ഒരു 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ അരിൽ ഷാരോൺ, അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ആ, ഈ അരിൽ ഷാരോൺ ഒരു പ്രഭാഷണം നടത്തി, അതായത് ഒരു പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനത്തിൽ അരിൽ ഷാരോൺ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഗാസയിൽ നിന്ന് പിന്മാറുന്നു, ഡിസെൻഗേജ് ചെയ്യുന്നു കംപ്ലീറ്റ് ആയിട്ട്. അപ്പോ ഇതാണ് ഈ പറഞ്ഞ 2005 അവസാന ജൂതൻ അവിടെ നിന്ന് ഓടിപ്പോയി എന്ന് പറയുന്ന ഈ ഒരു ആ, പ്രതിഭാസം, അല്ലെങ്കിൽ ഇതാണ് സംഭവം. സത്യത്തില് അവിടെ നിന്ന് ഒഴിഞ്ഞു പോയത് ആരാണ്? അവിടെ നിന്ന് ഒഴിഞ്ഞു പോയത് ഇപ്പൊ ഗാസ പ്രദേശം 6 ഡേ വാറിന്റെ സമയത്ത് ഇസ്രായേൽ കൈയടക്കിയതാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ അവിടെ അതിനുശേഷം ഒരു 9,000-10,000-ഓളം ജൂതര്, അതായത് സയോണിസ്റ്റുകൾ അവിടെ ഒക്യുപ്പേഷൻ നടത്തി, അവിടെ അവരുടേതായ സെറ്റിൽമെന്റുകൾ ഉണ്ടാക്കിയിരുന്നു. ആ സമയം തൊട്ടേ ഉണ്ടാക്കിയിരുന്നു. അപ്പോ ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, അതൊരു കയ്യേറ്റ പ്രക്രിയയാണ്, ഒരു സിസ്റ്റമാറ്റിക് ആയ കയ്യേറ്റമാണത്. മറ്റേ ഞങ്ങളുടെ ദൈവം വാഗ്ദാനം ചെയ്ത ഭൂമി എന്ന് പറഞ്ഞിട്ടാണ് ആ സംഭവം നടത്തിയത്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ആ സംഭവം അറിയാം. അപ്പോ ഇതില് പ്രധാനമായിട്ടും ഉള്ള ഒരു സംഗതി എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയ ഈ കയ്യേറ്റക്കാരെന്ന് വിശേഷിപ്പിക്കുന്നത് ഞാനല്ല, ഹമാസ് അല്ല, അല്ലെങ്കിൽ ഇപ്പൊ ഫത്തയോ PLOയോ അല്ല, ഈ മറ്റേ പലസ്തീൻ അനുകൂലികളല്ല, സാക്ഷാൽ അരിൽ ഷാരോൺ തന്നെയാണ്. അരിൽ ഷാരോൺ 2005 സമയത്ത് നടത്തിയ ഒരു പ്രസ്താവന, അത് ലോസ് ഏഞ്ചൽസ് ടൈംസ് എന്ന് പറയുന്ന പത്രവും അന്നത്തെ എല്ലാ പത്രങ്ങളും ഒരു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അരിൽ ഷാരോൺ പറഞ്ഞത് ഇതൊരു ഒക്യുപ്പേഷൻ ആണ്, ദിസ് മസ്റ്റ് എൻഡ്, ഈ ഒക്യുപ്പേഷൻ എൻഡ് ചെയ്യണം, അതാണ് ഇസ്രായേൽ സമ്പദ് വ്യവസ്ഥയ്ക്കും ഇസ്രായേലികൾക്കും പലസ്തീനും നല്ലത് എന്നാണ് ആൾ നടത്തിയ പ്രഖ്യാപനം. അപ്പോൾ അത് വായിച്ചിട്ട് ഞാനും ഒരു നിമിഷമൊക്കെ പകച്ചിരുന്നു, ഇത് അരിൽ ഷാരോൺ തന്നെയല്ലേ ഇത് പറയുന്നത്? അപ്പൊ എനിക്ക് തോന്നി, മറ്റേ നമ്മളൊരു കോമഡി ഷോയിൽ ചോദിക്കുന്ന പോലെ എന്താ ഇന്ന് പ്രത്യേകിച്ച് ഒരു സ്നേഹം എന്നൊക്കെ ചോദിക്കുന്ന പോലെ എനിക്കും തോന്നി എന്താ പ്രത്യേകിച്ച് ഒരു ഇത്ര സ്നേഹം. പിന്നെയാണ് ആ വരി ഞാൻ കൂട്ടി വായിച്ചത്, ഇതൊരു ഒക്യുപ്പേഷൻ ആണ്, ഈ ഒക്യുപ്പേഷൻ അവസാനിച്ചില്ലെങ്കിൽ ഇസ്രായേൽ എക്കണോമിക്ക് വലിയ പണി കിട്ടും. അപ്പോൾ എൻ്റെ ഡൗട്ടുകൾ ക്ലിയർ ആയി. സാമ്പത്തികമായിട്ട് ഇസ്രായേൽ കയ്യിൽ നിന്ന് പോകുന്നു തോന്നിയത് കൊണ്ട്, അതുപോലെ അവിടെ നിന്ന് റെസിസ്റ്റൻസ്, ഒന്നാം ഇന്തിഫാദ, രണ്ടാം ഇന്തിഫാദ, റെസിസ്റ്റൻസുകളും കാര്യങ്ങളൊക്കെ ശക്തമായി നടക്കുന്ന ഒരു സമയമായതുകൊണ്ടും അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പിന്മാറ്റം നടത്തുന്നത്. ഈ പിന്മാറ്റത്തെ, അതായത് കയ്യേറ്റക്കാർ തന്നെ, അതിന്റെ കയ്യേറ്റത്തെ സ്പോൺസർ ചെയ്യുന്ന ഭരണകൂടം തിരിച്ചു വിളിച്ച് അവർക്ക് കോമ്പൻസേഷൻ കൊടുത്ത് അവരെ കൊണ്ടുപോയ പ്രക്രിയയാണ് ഇദ്ദേഹം
എന്താ പറയാ, ഈ ഫ്രീ തിങ്കർ ഒയ്യോ ജൂതരുടെ എത്തനോസൈഡ് അല്ലെങ്കിൽ ജനോസൈഡ് ഗാസയിൽ നടന്നു എന്ന് വിശേഷിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗാസയിൽ നിന്ന് ഓടിപ്പോയത് ജൂതരല്ലേ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ 2005 ഗാസയിൽ നിന്ന് ഓടിപ്പോയത് ജൂതരാണ്. എന്നാൽ അവർ ഓടിപ്പോകാനുള്ള കാരണം എന്ന് പറയുന്നത് അവരവിടെ ഇല്ലീഗൽ സെറ്റിൽമെന്റ് നടത്തിയവരാണ്. അതുകൊണ്ട് അവര് ഓടിപ്പോയി. അപ്പൊ ഇതാണ് ചരിത്ര സത്യം എന്നിരിക്കെ, വസ്തുത എന്നിരിക്കെ, ആം, അതായത് ഒന്ന് ആലോചിക്കുക നമ്മള്. അരിയിൽ ഷാരോൺ തന്നെ അംഗീകരിക്കുകയാണ് അവിടെ അതൊരു ഒക്യുപ്പേഷൻ ആണ്, അത് ഇസ്രായേൽ എക്കണോമിക്ക് ഗുണം ചെയ്യില്ല എന്ന് അരിയിൽ ഷാരോൺ തന്നെ അംഗീകരിച്ച ഒരു സാധനത്തെ വളച്ചൊടിച്ച് അതൊരു ജൂത ജനോസൈഡാക്കി മാറ്റുക. അതായത് ചായാതെ ചെരിയാതെ ഒരു നുണ, അല്ലെങ്കിൽ ഒരു ഒട്ടും ഫാക്ട് ചെക്ക്, ഞാൻ നുണ എന്ന് വിളിക്കുന്നില്ല, അത് ഭയങ്കര ഹർട്ട്ഫുൾ ആയൊരു ഇത് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, അതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല. പക്ഷെ ചായാതെ ചെരിയാതെ ഫാക്ട് നോക്കാതെ ഒരു പ്രസ്താവന. അപ്പോൾ എൻ്റെ ജെനുവിൻ ഡൗട്ടാണ്, അതായത് ഈ ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്നവര് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഇഷ്യൂസ്, ഇപ്പൊ ഈ ഇഷ്യൂ, അതായത് ഗാസിലെ ഡിസെൻഗേജ്മെന്റ് ഒക്കെ ഒരു പകൽ പോലത്തെ സത്യം എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ മുമ്പിലുള്ളതാണ്. ഇഷ്ടം പോലെ ലിങ്കുകളും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. അപ്പോ ഇങ്ങനെ ഒരുപാട് തെളിവുകൾ നമ്മുടെ കയ്യിലിരിക്കെ ഇത്തരം രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകേണ്ട അതിന്റെ ആവശ്യകത എന്താണ്? അത് ഇറ്റ്സ് ബിയോണ്ട് മൈ അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഇത്തരം വളച്ചൊടിക്കൽ എന്തിനാണ് നമ്മൾ നടത്തുന്നതെന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഈ ഗാസയിൽ നിന്ന് ഇസ്രായേൽ ആർമി പിൻവാങ്ങിയത്, എന്താ പറയാ, അതിനർത്ഥം അവിടെ ഈ ഒക്യുപ്പേഷൻ ഇല്ല, അവിടുന്ന് കയ്യേറ്റം അവസാനിച്ചില്ലേ എന്നൊക്കെയാണ് സാധാരണ സയോണിസ്റ്റുകൾ വാദിക്കാറ്. അപ്പൊ ഇതിനെക്കുറിച്ച് യുഎന്റെ ഇന്റർനാഷണൽ കമ്മീഷൻ ഓഫ് എൻക്വയറി ഓൺ ദി ഒക്യുപ്പൈഡ് പലസ്തീൻ ടെറിട്ടറി, അതുപോലെ UN സെക്യൂരിറ്റി കൗൺസിൽ, UN ജനറൽ അസംബ്ലി, അതുപോലെ കോൺഫറൻസ് ഓഫ് ഹൈ കോൺട്രാക്ടിംഗ് പാർട്ടീസ് ടു ദി 4th ജനീവ കൺവെൻഷൻ, അങ്ങനെ ധാരാളം സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ ഈസ് ഹാവിങ് എ ലാൻഡ്, എയർ ആൻഡ് സീ ബ്ലോക്കേഡ് ഓവർ ഗാസ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും യുഎനും ആംനസ്റ്റിയും ഗാസയെ ഒക്യുപ്പൈഡ് ടെറിട്ടറി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ഇത് വെറുതെ പറയുന്നതല്ല, ഇത് വെറും നെറേറ്റീവുകളോ ഉണ്ടാക്കി വെക്കുന്ന സാധനമല്ല. അപ്പോൾ ഇതാണ് സത്യമെന്നിരിക്കെ പിന്നെ ഇത്തരം ഒരു സ്പെക്കുലേഷൻ അല്ലെങ്കിൽ ഇത്തരം ഒരു വ്യാഖ്യാനത്തിന്റെ ആവശ്യം എന്താണ്? അത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നവർ ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരിക്കും. ഈ ചായാതെ ചെരിയാതെ ആടാതെ ഉലയാതെ വളച്ചൊടിക്കുന്നതിന്റെ പുറകിലുള്ള ആ ഒരു സോഫ്റ്റ്വെയർ ഗ്ലിച്ച്, അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർ ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞു തരികയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ ഞങ്ങൾ വീണ്ടും പറയുകയാണ്, അമ്മാവൻസ് ആർ ലവ്ലി, അമ്മാവനിസം ഈസ് ടോക്സിക്. നമുക്ക് എങ്ങനെയെങ്കിലും നേരിട്ടേണ്ടി വരും. ഭയം വേണ്ട, ജാഗ്രത മതി. അല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ഇത് വെറുതെ പറയുന്നതല്ല, ഇത് വെറും നെറേറ്റീവുകളോ ഉണ്ടാക്കി വെക്കുന്ന സാധനമല്ല.